കിഷോർജി, ഈ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി സമയമുണ്ടോ? ഏതൊക്കെ സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും? മെഡിറ്റേഷന് പ്രത്യേകിച്ച് സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മെഡിറ്റേഷൻ നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം തന്നെ നിർബന്ധമില്ല. ഇരുന്നുകൊണ്ട് ചെയ്യാം, കിടന്നുകൊണ്ട് ചെയ്യാം. നമ്മൾ ശവാസനത്തിലൊക്കെ മെഡിറ്റേഷൻ ചെയ്യും. ഇനി ഇരുന്നോണ്ടോ നിന്നോണ്ടോ കിടന്നോണ്ടോ പറ്റാത്ത സമയങ്ങളിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. മെഡിറ്റേഷൻ നമ്മുടെ മനസ്സ് ശാന്തമാകാനും നമ്മളിലെ ഉള്ളിലുള്ള അസ്വസ്ഥതകളെ കളയാനും ആണ് ഏറ്റവും ആദ്യമായി നമ്മൾ മെഡിറ്റേഷന് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മനസ്സ് ശാന്തമായ മനസ്സാണെങ്കിലും വീണ്ടും വീണ്ടും ശാന്തതയിലേക്ക് പോകാനും നമ്മളുടെ ഈ ഓരോരോ ആഗ്രഹങ്ങൾ സബലീകരിക്കാനും അങ്ങനെ പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ മെഡിറ്റേഷൻസ് ഓരോന്നും ഓരോ രീതിയിൽ ചെയ്യാം. സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ ചെയ്യാം, രാത്രി ചെയ്യാം. പിന്നെ നമ്മൾ ഓരോരുത്തർ ജീവിച്ച് വരുന്ന സാഹചര്യങ്ങളിൽ പൊതുവെ ഏതെങ്കിലും സമയം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കിപ്പോ സാധാരണ രീതിയിലുള്ള മെഡിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനത്തെ മെഡിറ്റേഷൻ ഒക്കെ നോക്കൂ, ചെയ്യാവുന്നതാണ്. കിഷോർജി, മെഡിറ്റേഷൻ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് തന്നെ പഠിപ്പിച്ചു തരാവോ? മെഡിറ്റേഷൻ പറഞ്ഞു തരാം. മെഡിറ്റേഷന് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം അത് നമുക്ക് എപ്പോഴും വേണേലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ മെഡിറ്റേഷന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ നമ്മൾ എത്ര സമയമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഇൻഡിക്കേഷൻ ഇടുകയോ അലാം സെറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. കാരണം നമുക്കൊരു ഐഡിയ കിട്ടണം. നമ്മുടെ മൈൻഡ് സെറ്റിൽ ആദ്യം ഇത്ര സമയമാണ് ഞാൻ ഇരിക്കാൻ പോകുന്നതെന്ന് മുന്നേ തന്നെ നമ്മൾ ചിന്തിക്കണം, തയ്യാറാവണം. അതിപ്പോൾ നമുക്കൊരു 20 മിനിറ്റുള്ള മെഡിറ്റേഷൻ ആയിട്ട് കണക്കാക്കാം. ഒരു 20 മിനിറ്റ് നമ്മൾ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ അലാമൊക്കെ സെറ്റ് ചെയ്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഈ സുഖാസനത്തിൽ ഇരിക്കുന്നത് നല്ലതാണ്. പക്ഷെ സുഖാസനത്തിൽ ഇരിക്കാനായിട്ട് എല്ലാവർക്കും പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സുഖാസനത്തിലോ കസേരയിലോ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് കൈകൾ മടിയിൽ സാധാരണ രീതിയിൽ വെക്കുക. പല മുദ്രകളുണ്ട്. നമ്മൾ ആ മുദ്രകളൊന്നും ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ചിന്മുദ്രയില്, ചിന്മയ മുദ്രയില്, മേലുനണ്ട മുദ്ര, ആദിമുദ്ര, ഇങ്ങനെ പല മുദ്രകളുണ്ട്. ആ മുദ്രകളൊന്നും വേണമെന്നില്ല. ഇനി മുദ്രകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മുദ്രയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ യോനി മുദ്രയുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന യോനി മുദ്രയുണ്ട്. അതൊക്കെ ചെയ്യുന്നതിന് ഓരോ പർപ്പസ് ഉണ്ട്. അതൊന്നും നോക്കിയില്ലെങ്കിലും നമുക്ക് സാധാരണ രീതിയിൽ കൈകൾ മടിയിൽ മലർത്തി വെച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കണ്ണുകൾ അടച്ച് ആ സ്വസ്ഥമായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ ബ്രിത്തിങ്ങിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ബ്രിത്ത് ഔട്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ബ്രിത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, സ്ലോലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഒരു നാച്ചുറൽ ബ്രീത്തിങ്, എങ്ങനെയാണോ നമ്മൾ ബ്രീത്ത് എടുക്കുകയും ബ്രീത്ത് വിടുകയും ചെയ്യുന്നത്. ബട്ട് യു ഷുഡ് അവെയർ അബൌട്ട് ബ്രീത്തിങ്. ആ ബ്രീത്തിങ്ങിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മൂവ്മെന്റും സ്റ്റൊമക്കിന്റെ മൂവ്മെന്റും ശ്രദ്ധിക്കാം. അത് ചിലപ്പോൾ ചെസ്റ്റ് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴേക്ക് സ്റ്റൊമക്കും ചെസ്റ്റും എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ തന്നെ റിഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഈ ബ്രീത്തിങ്ങിലും ഈ ചെസ്റ്റ് മൂവ്മെന്റിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത്, ചിലപ്പോൾ തലയിലോ നെഞ്ചിലോ ഷോൾഡറിലോ ഏതെങ്കിലും ഭാഗത്ത് ഉള്ള നമ്മുടെ പെയിന് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഏതെങ്കിലും അസ്വസ്ഥതകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഈ അസ്വസ്ഥതകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ വീണ്ടും നമ്മൾ ബ്രീത്തിങ്ങിലേക്കും ചെസ്റ്റ് മൂവ്മെന്റിലേക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരേ സമയം തന്നെ ഇത് മൂന്നും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ ഈ 20 മിനിറ്റ്സും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഇത് ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അതുമാത്രമല്ല, നമുക്ക് നല്ല ഇമോഷണലി നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും അല്ലെ കിഷോർജി? അതെ, തീർച്ചയായും. നമുക്ക് ഏകദേശം ഒരു ചെറിയ കുട്ടികൾക്ക് മുതലേ മെഡിറ്റേഷൻ ചെയ്യാം. പക്ഷെ പൊതുവെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു സ്വസ്ഥതയും ബോധവും ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകളായിരിക്കും മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മെഡിറ്റേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മാത്രമാണ് അതിന് ഫലം ഉണ്ടാവുക. വെറുതെ എങ്ങനെ വന്നിരിക്കുന്നവര് അവർക്ക് ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഫലം കിട്ടുന്ന രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രായമായിരിക്കണം. അതിനുള്ള ബോധോദയം ഉണ്ടാവണം. ഇപ്പൊ കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ആ ബോധ തലത്തിലുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുന്നവരും
കൂടുതൽ കൂടുതൽ ഡീപ്പർ സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുന്നവരൊക്കെ ഉണ്ട്. അതല്ല വർക്കൗട്ട് ആകുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബോധതലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ അത് ആൽഫ സ്റ്റേജിലേക്കുള്ള ബോധത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ.